ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഗ്രീൻ പീസ് മസാല കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് തലേ ദിവസം തന്നെ ഒരു ബൗള് ഗ്രീൻ പീസ് ഞാൻ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതേ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ ബൗളിൽ തന്നെ ഒരു ബൗള് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് 3 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാവേ. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് താളിപ്പിനായിട്ടുള്ള കൂട്ടിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുക്കാവേ. കടുകൊന്ന് പൊട്ടി വരട്ടെ. നമുക്കിതോടൊപ്പം തന്നെ ഒന്ന് ഉണക്കമുളക് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വേപ്പില, സവാള, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇഞ്ചി ചേർത്ത് കൊടുത്തു. ഇനി സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാവേ. ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. അപ്പോഴത്തേനും നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഗ്രേവിക്കുള്ള കൂട്ട് നോക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 2 പച്ചമുളക്. ഇത് ഇത്രയും നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ക്യാരറ്റ്, സവാള വഴറ്റിയ കൂട്ടിലേക്ക് നമ്മുടെ പീസ് വെന്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ അരച്ച മസാലക്കൂട്ടും ചേർത്ത് അതോടൊപ്പം കുറച്ച് കശുവണ്ടിയും തക്കാളിയും പേസ്റ്റ് രൂപത്തിൽ അരച്ചതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഗ്രീൻ പീസ് മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീണ്ടും കാണാവേ.